സ്വാഗതം. ലോകത്ത് യുദ്ധം തുടങ്ങുമ്പോൾ മാർക്കറ്റ് തകർന്നു പോകും, പണം നഷ്ടമാകും എന്നാണ് നമ്മൾ സാധാരണ കരുതുന്നത്. പക്ഷെ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പണം ഇല്ലാതാകുന്നില്ല, പക്ഷെ പണത്തിന് ചിലയിടങ്ങളിലേക്ക് മാറ്റം സംഭവിക്കുന്നു. നമുക്ക് നോക്കാം യുദ്ധസമയത്ത് മാർക്കറ്റുകൾ എങ്ങനെയായിരിക്കുമെന്ന്. യുദ്ധമല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വന്നാൽ മാർക്കറ്റിൽ ഒരു സ്ഥിരതയുണ്ടാവില്ല. പലപ്പോഴും ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. വിപണിയിൽ ഉടൻ പ്രതികരണം ഉണ്ടാകും. പണം ഒരു നിക്ഷേപത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നതായി കാണാം. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ വീണ്ടെടുക്കൽ. ചരിത്രത്തിൽ പലപ്പോഴും കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഓഹരികൾ താഴും, പക്ഷെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉയരും. എന്നാൽ ഓർക്കണം, ഇതെല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. ഇനി വിപണിയുടെ 4 ഘട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. പല സംഭവങ്ങളിലും മാർക്കറ്റ് ഈ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രശ്നം തുടങ്ങുമ്പോൾ ആളുകൾ കൂടുതൽ ജാഗ്രതയുള്ളവരായി മാറുന്നു. ഇനി സംഭവം നടന്നു കഴിഞ്ഞാലോ മാർക്കറ്റ് പെട്ടെന്ന് താഴാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഭയമുണ്ടായാലോ ആളുകൾ സുരക്ഷിത ഇടങ്ങളിൽ തേടിപ്പോകും. സ്വർണം, സർക്കാർ ബോണ്ടുകൾ എന്നിവയിലേക്ക് നിക്ഷേപം മാറ്റും. ഇനി പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുന്നു. മാർക്കറ്റ് പതുക്കെ മാറും, ചിലപ്പോൾ വീണ്ടും ഉയരും. ഇത് ഒരു പൊതുവായ മാതൃക മാത്രമാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ ആവണമെന്നില്ല. മറ്റൊരു കാര്യം, എല്ലാ യുദ്ധങ്ങളും ഒരുപോലെയല്ല, എല്ലാ സംഭവങ്ങളും ഒരുപോലെയല്ല. പെട്ടെന്ന് ആക്രമണങ്ങൾ ഉണ്ടായാലോ വേഗത്തിൽ വിപണി ഇടിയും. പക്ഷെ കുറച്ച് സമയം മാത്രമേ അങ്ങനെ തുടരൂ. ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. നിക്ഷേപകർക്ക് കൂടുതൽ ആശങ്കയുണ്ടാകുന്നു. മാറ്റങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കുന്നു. ഇതേ തുടർന്നുള്ള സാമ്പത്തിക മാറ്റങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയാവാം. പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ചില മേഖലകൾക്ക് വളർച്ച കൂടുന്നു. ഇപ്പോൾ വ്യക്തമായോ? അതായത് ഓരോ സംഭവവും വ്യത്യസ്തമാണ്. പണം എവിടേക്ക് പോകുന്നു എന്നാണ് ഇനി അറിയാനുള്ളത്. ചരിത്രത്തിൽ പലപ്പോഴും കണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ചില നിക്ഷേപകർ ഓഹരികളിൽ നിന്ന് പണം മാറ്റുന്നു. അത് പോകുന്നതോ സ്വർണം, അതുപോലെ സർക്കാർ ബോണ്ടുകൾ എന്നിവയിലേക്ക്. ഇതിന്റെ ആദ്യകാലത്ത് സംഭവിക്കുന്നത് എന്താണ്? ഈ സുരക്ഷിത ഇടങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടും. ഓഹരികൾക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാകാം. പക്ഷേ ഇത് ഒരു സ്ഥിരമായ കാര്യമല്ല, പലപ്പോഴായി മനസ്സിലാക്കിയ ഒരു പാറ്റേൺ മാത്രമാണ്. ഇനി തിരിച്ചുവരവിലേക്കാണ്. ഒരു പ്രധാന കാര്യം പറയാം. ചില സംഭവങ്ങൾക്ക് ശേഷം മാർക്കറ്റ് വീണ്ടും ഉയർന്നതും കണ്ടിട്ടുണ്ട്. അതായത് ആദ്യം ഇടിവ്, പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ വീണ്ടെടുപ്പ്. എന്നാൽ ഇത് ഉറപ്പിച്ചു പറയാനാവില്ല. പല കാര്യങ്ങളും ഇതിനെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭയന്ന് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക, ദീർഘകാലം വിപണി ശ്രദ്ധിക്കുക, സംശയമുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക ഉപദേശകന്റെ സഹായം തേടുക. ഒടുവിലായി ഇക്കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക. യുദ്ധസമയത്ത് പണം ഇല്ലാതാകുന്നില്ല, നിക്ഷേപങ്ങളിൽ ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശാന്തമായി ചിന്തിച്ച് വിവരങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുക. ഓർമ്മപ്പെടുത്തുന്നു, ഈ വീഡിയോ പഠനാവശ്യങ്ങൾക്കായി മാത്രം തയ്യാറാക്കിയതാണ്. ഇത് നിക്ഷേപ ഉപദേശം അല്ല. മാർക്കറ്റ് നിക്ഷേപങ്ങൾ അപകട സാധ്യതകൾക്ക് വിധേയമാണ്.